സ്നേഹമുള്ള എല്ലാ കൂട്ടുകാർക്കും ഗ്രീൻ ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് റോസപ്പൂക്കളാണ്. നല്ല ഭംഗിയുള്ള നല്ല ചെങ്കൽ കളറുള്ള പൂവിനെ കണ്ട് എന്ത് മനോഹരമാണെന്ന് കണ്ടില്ലേ. അത് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തു തരണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ വേറെ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഈ ഓണത്തിൻ്റെ സമയം കൊണ്ടായിരിക്കാം, വെയിലും മഴയും മാറി മാറി വന്നത് കൊണ്ടായിരിക്കാം നല്ല നല്ല പൂക്കൾ വിടർന്നു. അത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നല്ല ഭംഗിയുള്ള പൂ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ്. അത് കണ്ടപ്പോഴാണ് വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത്. ഈ ചെടികൾ കണ്ടിട്ട് നമുക്ക് നേഴ്സറിയിൽ മൈസൂരിലൊക്കെ വിടർന്ന് നിൽക്കുന്ന പോലെ എനിക്കുള്ള ഫീൽ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ടിപ്സ് പറഞ്ഞു തരാമെന്ന് ആഗ്രഹിക്കുന്നത്. സാധാരണ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികൾ കൊച്ചു ബുഷായിട്ട് നമ്മൾ 60 രൂപയും 40 രൂപ തൈകളും കൊടുത്ത് നമ്മളന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ വാങ്ങിച്ചത് പൂവൊക്കെ പെട്ട് 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പട്ട് കമ്പ് പോലൊക്കെ നിന്നു. അപ്പം ഞാൻ അതിനെ എല്ലാം കൂടെ എടുത്തിട്ട് വേരൊക്കെ ഒന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് സാഫിൻ്റെ വെള്ളത്തിനകത്തൊന്ന് മുക്കിയതിന് ശേഷമാണ് നടാൻ തുടങ്ങിയത്. സാധാരണ സിമെൻറ്റ് ചട്ടിയിലും 2 പ്ലാസ്റ്റിക് ചട്ടിയിലുമാണ് നട്ടേക്കുന്നത്. അപ്പോൾ ആ സിമെൻറ്റ് ചട്ടിയുടെ അടിയിൽ കുറേ നമ്മുടെ വാഴയുടെ പോളയുണ്ടല്ലോ, ഏത് വാഴയുടെ അതിന് പോള കുറച്ച് വാഴയുടെ തണ്ട്, അത് നമ്മൾ പിണ്ടി എന്ന് പറയും, അത് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ആലുവേല അതെല്ലാം കൂടെ ചേർത്ത് കട്ട് ചെയ്ത് അടിയിലിട്ടിരുന്നു. എന്നിട്ട് കരികല അങ്ങനെ ഇട്ടു. അതിന് ശേഷമാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയത്. അറിയാമല്ലോ പോട്ടിംഗ് മിക്സ് എങ്ങനെ റെഡിയാക്കിയത്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എൻ്റെ മുമ്പിലുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതങ്ങോട്ട് താത്ത് വെച്ചിട്ട് തണലത്ത് വെച്ചിട്ട് എല്ലാത്തിനും തണലത്ത് വെച്ചിട്ട് കിണറിൻ്റെ ഷെയ്ഡിൻ്റെ താഴെയായിട്ട്, എനിക്ക് ഷെയ്ഡുണ്ട് കിണറിൻ്റെ മണ്ടലായിട്ട്, അപ്പോൾ ആ ഷെയ്ഡിനകത്ത് വെച്ച് അങ്ങനെ വെള്ളം ഒഴിച്ച് വളങ്ങൾ ചേർക്കാതെ വെള്ളം ഒഴിച്ച് വളർത്തി തളിരിലകളൊക്കെ പൊട്ടിയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഒഴിച്ചു തുടങ്ങിയത്. അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കമ്പോസ്റ്റ് മാത്രം. പക്ഷെ നല്ല അമ്ലഗുണമുള്ളിടത്ത് മാത്രമേ ഈ പൂക്കൾ വിടരൂ എന്ന് യൂട്യൂബിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ തേയിലപ്പിണ്ടിയില്ലേ, തേയിലച്ചണ്ടി, അത് എപ്പോൾ ചായ വെച്ച് കഴിഞ്ഞാലും അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കി അതിൻ്റെ ചുറ്റിനും ഓരോ ദിവസവും ഓരോന്നിനങ്ങ് കൊണ്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ മുട്ടത്തോടുണ്ടെങ്കിൽ ഞാനത് 5-6 മുട്ടയൊക്കെ പൊരിച്ച് കഴിയുമ്പോൾ ആ മുട്ടത്തോടെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് വിതറി കൊടുക്കും. അങ്ങനെ അമ്ലഗുണവും വേണം, നല്ല തണുപ്പും ഉണ്ടെങ്കിൽ മാത്രമേ റോസ നല്ലോണം കിളിക്കൂ. അതാണ് മെയിനായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത്. എനിക്ക് ഈ വാഴയുടെ പിണ്ടി കുറച്ചതായിട്ട് അടിയിൽ ഇടാമെന്ന് പഠിപ്പിച്ചു തന്നത് എൻ്റെ സിസ്റ്ററാണ്. അങ്ങനെ അവൾ പരീക്ഷിച്ചപ്പോൾ ഒരുപാട് പൂക്കൾ കിളിച്ചെന്ന് പറഞ്ഞു. അതുപോലെ ഞാനത് ചെയ്തു. അതുപോലെ എനിക്ക് പൂക്കൾ ദൈവം തന്നു. നല്ല കളറുള്ള ചെങ്കൽ കളർ പൂവാണ്. പിന്നെ നിങ്ങൾ ഇല കണ്ടില്ലേ, ഇലയ്ക്കൊക്കെയെന്ന് വെച്ചാൽ ഒരസുഖം പോലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അടുക്കളയിലെ സ്ലറി കൊണ്ട് ഡൈല്യൂട്ടാക്കിക്കൊണ്ട് ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് വേപ്പും പിണ്ണാക്കിൻ്റെ പൊടിയുണ്ടല്ലോ, അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ അങ്ങ് തൂകിയേക്കണം. അങ്ങനെ തൂകുമ്പോൾ ഈ സ്ലറിൻ്റെ അംശങ്ങൾ ചെടികൾ വലിച്ചെടുക്കുകയും ചെയ്യും. അതിൻ്റെ മണവും കാര്യം നമുക്ക് വെളിയിൽ അറിയത്തുമില്ല, ഇൻഫെക്റ്റഡ് ആവുകയില്ല. പൂക്കൾ തന്നെ കണ്ടില്ലേ, ഒന്നിനൊരു കുത്തോ ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് നോക്കി ഇല വല്ല ചുരുണ്ടിരിക്കുന്നോ, വല്ല എട്ടിക്കാലിയോ പാറ്റയത്തിൽ വെച്ച് കൂട് കൂട്ടിയിട്ടുണ്ടോ, മുഞ്ഞയോ വല്ല ഉണ്ടെന്ന് വെച്ചാൽ നോക്കി അങ്ങനെയുള്ള ഇലകൾ പിച്ചിക്കളയാറുണ്ട്. പഴുത്ത ഇല, മഞ്ഞ ഇലയൊക്കെ പിച്ചിക്കളയും. പിന്നെ ഒരു നേരം ഞാൻ നനച്ച് കൊടുക്കും, കാരണം ഈർപ്പം അതിന് അത്യാവശ്യമാണ്, ഒരുപാട് ഈർപ്പമല്ല. അതുപോലെ തന്നെ ഒരു നേരം നനച്ച് കൊടുക്കണം. അപ്പോൾ ഈ പ്രാവശ്യം വീഡിയോ ചെയ്യാനുള്ള കാണാൻ ഒരുപാട് പൂക്കൾ ഇന്ന് പതിവില്ലാതെ പൂവിട്ടു. അപ്പോൾ അത് നശിച്ചു പോകുന്നതിന് മുമ്പ് പെട്ടെന്നെടുത്ത വീഡിയോ ആണ്. പിന്നെ കിണറിൻ്റെ ഭാഗത്താണ് ഇത് വെച്ചിരിക്കുന്നത്. സിമെൻറ്റ് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. 2 പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ചിട്ടുണ്ട്. നല്ല മൊട്ടുകളുമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ വളം ഉള്ളത് കൊണ്ട് ആ ചെടിക്കകത്ത് തന്നെ വേറെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ തൈകളൊക്കെ പിടിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒടിച്ചു കുത്തി ആ റോസയുടെ അടുത്ത് കൊണ്ട് വയ്ക്കും. കാരണം തൈ ഒന്ന് പിടിച്ച് പെട്ടെന്ന് ഈ വളത്തിലൊക്കെ പെട്ടെന്ന് പിടിക്കും. അന്നേരം തണലുള്ള ഭാഗമായതുകൊണ്ട് അതിന് ശേഷം ഞാൻ അതിൽ പറിച്ച് മാറ്റി വേറെ അതിനകത്ത് കൊണ്ട് വയ്ക്കും. ഇപ്പോൾ കണ്ടില്ലേ, മുട്ട് തന്നെ കണ്ടില്ലേ നല്ല ആരോഗ്യത്തോടൊക്കെ നിൽക്കുന്നത്. അപ്പം ഈ തണുപ്പും അസിഡിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റോസ നല്ലോണം വളരും. എല്ലാവരും പറയുന്ന പോലെ വലിയ ആർഭാടമൊന്നും ചെയ്യാതെ നമ്മൾ നോക്കിയാൽ ചെടികൾ നല്ലോണം വളരും. ഓരോന്നിനും നമ്മൾ അങ്ങനെ ഇത്ര അനുപാതത്തിൽ വളം കൊടുക്കണം, ഇത്ര അനുപാതത്തിൽ ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനാവും. എനിക്കറിയത്തില്ല, കൈ കിട്ടുന്നതെല്ലാം കൊണ്ട് അവിടെയൊക്കെ ഇടും. പക്ഷേ എന്ത് കൊണ്ടിട്ടാലും ഇൻഫെക്റ്റഡ് ആകാതെ നോക്കണം. അതായത് മെയിൻ ലക്ഷ്യം, എൻ്റെ ഇൻഫെക്റ്റഡ് ആകാതിരിക്കുന്ന മെയിൻ കാര്യം
വേപ്പിൻ പൊടി തന്നെയാണ്. നമ്മൾ ഡൈല്യൂട്ട്, അതായത് ചെറിയ തരിതരിയായിട്ടുള്ള പൊടി വാങ്ങിക്കാൻ കിട്ടുമേ, അത് വേണം ഇടാനും. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. സ്പെഷ്യലായിട്ട് 2 റോസ് കളറും ചെങ്കൽ കളറുള്ള 2 പൂ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. പിന്നെ ഇതൊക്കെ നമുക്ക് സാധാരണ ഉള്ള റോസയാണ്, ഇത് കൊലകുത്തി കായ്ക്കുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഏത് റോസയും കായ്ച്ചു കഴിഞ്ഞാൽ ഉണ്ട് നല്ലത് വേരിൻ്റെ അടിയോട് ചേർത്ത് ഒരു ഫിംഗർ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തേക്കണം. നമുക്ക് വേദനയൊക്കെ വരും കട്ട് ചെയ്ത് കളയുമ്പോൾ, പക്ഷേ അത്രയ്ക്ക് സ്പീഡിൽ തന്നെ അത് വീടുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുക. ഇത്രയും ടിപ്സുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദയവ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും പൂക്കളൊക്കെ കാണുമ്പോൾ നിനക്കൂടെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ഇനി അടുത്തൊരു വീഡിയോ അടുത്തതിനകത്ത് ഞാൻ എഴുതുന്നതായിരിക്കും. ഇനിയിപ്പം വെർട്ടിക്കൽ ഗാർഡൻ എങ്ങനെയാണ് ചെയ്തതെന്നും കലാത്തിയൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, ബിഗോണിയയുടെ കളക്ഷൻസ്, അങ്ങനെ കുറേ മണി പ്ലാന്റ് എങ്ങനെ വെർട്ടിക്കലായിട്ട് നമുക്ക് ഗാർഡൻ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഇടുന്നുണ്ട്. എല്ലാം നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ റോസപ്പൂവ് ഇടാൻ കാരണം ഇപ്പം ഇത്രയും കിളിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ കിളിക്കത്തില്ല. 2 കിളിച്ച് കഴിയുമ്പോൾ വേറെ പിന്നെ കിളിക്കത്തില്ല.